ഒരുപാട് കാലമായി എത്ര ശ്രമിച്ചിട്ടും ശരിയാകുന്നില്ല. എത്രയൊക്കെ ചെയ്താലും പല തടസ്സങ്ങൾ വന്ന് വീഴുകയാണ്. എങ്ങനെയൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ തുനിഞ്ഞാലും പല തടസ്സങ്ങൾ ആ കാര്യങ്ങളിൽ നേരിടുകയാണ്. നമുക്ക് എത്രയൊക്കെ ആഗ്രഹങ്ങൾ സഫലമാകാനുണ്ടെങ്കിലും ആ ആഗ്രഹം സഫലമാകുന്നില്ല. എന്തെല്ലാം ചെയ്തു നോക്കിയിട്ട് നമ്മളുടെ ആഗ്രഹം നിറവേറുന്നില്ല. മാനസികമായും ശാരീരികമായും ഒരുപാട് തളർന്നു പോകുന്ന സന്ദർഭങ്ങളാണ് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ നമ്മളുടെ കാര്യങ്ങൾ മുമ്പോട്ട് പോകാത്തത് കൊണ്ട്. എനിക്കും ആ അനുഭവം ഉണ്ടായിട്ടുണ്ട്. മാനസികമായും ഒരുപാട് തളർന്നു പോയ നിമിഷങ്ങളാണ്. കരയാത്ത ദിവസങ്ങളില്ല, കണ്ണീരൊഴുക്കാത്ത ദിവസങ്ങളിൽ അള്ളാഹുവിനോട് കൈകൂപ്പി കരഞ്ഞിട്ടുമുണ്ട്. അതുപോലെ നിങ്ങൾക്കും ഇതുപോലെ അനുഭവങ്ങളും ഉണ്ടായേക്കാണ്. നടക്കാത്ത ആഗ്രഹങ്ങൾ വല്ലതുമുണ്ടോ? ഈ അമൽ ചെയ്താൽ ആ ആഗ്രഹം നടക്കുകയെന്ന് എനിക്ക് അനുഭവമുള്ളതാണ്. ആ അമൽ ചെയ്തതോടുകൂടി എനിക്ക് ആഗ്രഹം സഫലമാവുകയും എന്നെ പ്രയാസങ്ങൾ മാറിക്കിട്ടുകയും ചെയ്തു. ആഗ്രഹങ്ങൾ സഫലമാകും. ഖുർആനിലെ അത്ഭുത സൂറത്ത് എന്നറിയുന്ന സൂറത്ത് നസ്ർ അള്ളാഹുവിൻ്റെ സഹായവും വിജയവും ഓർമ്മിപ്പിക്കുന്ന മഹത്തായ ഒരു സൂറത്താണ്. പണ്ഡിതന്മാരും സ്വാലിഹീങ്ങളായ ആളുകളും അള്ളാഹുവിൻ്റെ സഹായം തേടിയും പ്രയാസങ്ങൾ നീങ്ങാനും നല്ല ഉദ്ദേശത്തോടെ ഈ സൂറത്ത് പാരായണം ചെയ്യും. ഖുർആനിലെ 110-ാമത്തെ സൂറത്തായ സൂറത്ത് നസ്ർ അള്ളാഹുവിൻ്റെ സഹായത്തെയും വിജയത്തെയും കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന മഹത്തായ സൂറത്താണ്. ഈ സൂറത്ത് ചൊല്ലുന്നതിലൂടെ നമ്മുടെ അള്ളാഹുവിൻ്റെ സഹായം ഉറപ്പായും ലഭിക്കുന്നതാണ്. ഈ സൂറത്ത് നിങ്ങൾക്ക് കഴിയുന്നത്ര കൂടുതൽ ഓതാൻ ശ്രമിക്കുക. ഒന്ന് ഇശ മഗ്‌രിബിൻ്റെ ഇടയിലോ സുബഹിക്ക് ശേഷമോ ഓതുക. 101 പ്രാവശ്യം ദിവസവും ഓതിയാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിലെ നടക്കാത്ത ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സഫലമാകും. നിങ്ങൾ വെറുതെ അങ്ങ് ഓതുന്നതല്ല ഇത്. അതൊരു പ്രതീക്ഷയോടെ അള്ളാഹുവിനോടുള്ള വിശ്വാസത്തോടെ നമ്മുടെ എന്തെല്ലാം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമുണ്ടോ അതെല്ലാം മനസ്സിൽ വെച്ച് അള്ളാഹുവിനോടുള്ള വിശ്വാസത്തോടെ അള്ളാഹു നമുക്കത് സാധിച്ചു തരും എന്ന പ്രതീക്ഷയോടുകൂടി ദുആ ചെയ്ത് ഈ സൂറത്ത് ഓതി ദുആ ചെയ്താൽ തീർച്ചയായും അള്ളാഹു അത് വിജയം കൈവരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സൂറത്ത് നസ്ർ വിശ്വാസത്തോടെയും അള്ളാഹുവിൽ പൂർണ്ണ തവക്കൽത്തോടെയും പാരായണം ചെയ്യൂ. നമ്മുടെ ഹൃദയത്തിലുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അള്ളാഹുവിനോട് ദുആ ആയി സമർപ്പിക്കൂ. അള്ളാഹു ഉദ്ദേശിച്ചാൽ തീർച്ചയായും പ്രയാസങ്ങൾ എളുപ്പമാക്കുകയും നമ്മളിൽ വന്നു പോയിട്ടുള്ള തടസ്സങ്ങൾ നീക്കുകയും നമ്മുടെ ഹലാലായ ആഗ്രഹങ്ങൾ നിറവേറ്റി തരുക തന്നെ ചെയ്യും. അതേ സഹോദരന്മാരെ, ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമാണ്. വിശ്വാസത്തോടെയും ഇഖ്ലാസോടെയും ഖുർആൻ പാരായണം ചെയ്യുകയും ദുആ ചെയ്യുകയും ചെയ്യുന്നത് വലിയ പുണ്യമാണ്. അള്ളാഹു തൻ്റെ ദാസൻ്റെ ദുആ കേൾക്കുന്നവനാണ്. അവൻ അതിന് ഉത്തരം നൽകുന്നവനാണ്. അത് പ്രതിഫലം നൽകുന്നവനാണ്. അതുകൊണ്ട് ദിവസേന ഖുർആൻ പാരായണം ചെയ്യുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു വിജയവും അനുഗ്രഹവും അള്ളാഹുവിൽ നിന്നാണെന്ന് എപ്പോഴും മനസ്സിലാക്കുക. ഖുർആൻ പാരായണം ചെയ്ത് അള്ളാഹുവിനോട് സ്തുതിക്കുന്നതിനോടൊപ്പം ദുആ ചെയ്യുക. നമ്മുടെ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സഫലമാക്കി തരുന്നതാണ്. എല്ലാവരും ദുആ ചെയ്യുക ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട്